അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഇതിനെ കാത്തിരിക്കുന്നവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയത്തിൽ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ ഞങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ചേർത്തു പിടിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു പിടി കാര്യങ്ങളെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് വസ്ത്രം എന്നുള്ളത്, അല്ലേ? പെരുന്നാൾ വരുന്നു, സ്കൂൾ തുറക്കാൻ സമയമായി വരുന്നു. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വസ്ത്രം എടുക്കാൻ തിരക്ക് കൂടുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വസ്ത്രം എടുക്കേണ്ടത് എന്നൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാം. നിബിതങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? നിബിതങ്ങൾ ധരിച്ചിരുന്ന കളർ ഏതൊക്കെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു? നിബിതങ്ങൾ വസ്ത്രം മടക്കി വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പുതിയ വസ്ത്രം എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു? ഇതൊക്കെ കൂടി ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം ഒരു വലിയ അറിവാണ് ഇന്ന് നമുക്ക് നൽകുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആനിൽ വസ്ത്രത്തെ പറ്റി പറയുന്നുണ്ട്. രണ്ട് പ്രയോഗങ്ങളാണ്. ഒന്ന് സൗബ്, രണ്ട് ലിബാസ്. ലിബാസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം, സൗബ് എന്ന് പറഞ്ഞാൽ ഊരി വെച്ചിരിക്കുന്ന വസ്ത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ രണ്ട് പ്രയോഗങ്ങൾ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചത് സ്വർഗത്തിലാണ്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വലാ തഖറബ ഹാദിഹി ഷജറ. ആദം നബിയെ ഹവ്വാ ബീവിയെ സ്വർഗത്തിൽ പടച്ചിട്ട് അള്ളാഹ് പറഞ്ഞു, നബിയെ ഈ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യാൻ പാടില്ല. അല്ലേ? ചരിത്രം നമുക്കറിയാം. മഹാനായ മോൻകുട്ടി വൈദ്യരെ പോലെയുള്ള മഹാരാജാമായ ചരിത്രങ്ങൾ ഒരുപാട് പാടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പഴം കഴിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി, വസ്ത്രം അഴിഞ്ഞുപോയി. അവർ ദുനിയാവിലേക്ക് വന്നു, വസ്ത്രം അവർ നെയ്തുണ്ടാക്കി, വസ്ത്രമുണ്ടാക്കി, വസ്ത്രം ഔറത്ത് മറയ്ക്കാൻ കഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ ആദം നബി മുതൽ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ തന്നെ വസ്ത്രത്തിനൊരു ബന്ധമുണ്ട്. നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അഭികാമ്യമായ ഒരു ബന്ധമുള്ള ഒരു സാധനമാണ് വസ്ത്രം, അല്ലേ? നമുക്കറിയാം, നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരത്തിലേക്ക് വലിയ ഒരു നിഅമത്താണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശം വലിബാസു തഖ്വ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. അള്ളാഹ് നൽകിയ അനുഗ്രഹത്തെ എടുത്തു പറയുമ്പോൾ വസ്ത്രത്തെ അള്ളാഹ് പറയുന്നുണ്ട്. അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. നമ്മൾ ആലോചിച്ചൊക്കെ നമുക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതി വരും. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പ കാലഘട്ടമൊക്കെ വസ്ത്രം ധരിക്കാനില്ല. ഒരു വസ്ത്രം തന്നെ കീറി പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ അതേ ഉള്ളൂ, വേറെ ഇല്ല. ഇന്ന് രാവിലെ ധരിച്ചപ്പൻ ഉച്ചക്ക് നമ്മൾ വേറെയാ, ഉച്ച തൊട്ട് വൈകുന്നേരം വേറെ, കിടക്കാൻ വേറെ ഒന്ന്, രാവിലെ ഒന്ന്. അങ്ങനെ ഇന്നിട്ട് നാളെ ഇടൂല, നാളെ ഇട്ട മറ്റന്നാൾ ഇടൂല, ഒരു കല്യാണത്തിനിട്ടോ മറ്റേ കല്യാണത്തിന് ഇടൂല. അങ്ങനെ തുടങ്ങി വസ്ത്രങ്ങളുടെ മേലൊന്ന് കുമിഞ്ഞുകൂടാണ്. അള്ളാഹു അതൊക്കെ നാളെ ഹിസാബുണ്ടെന്ന് മറന്നു പോകരുത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വസ്ത്രം, ആ വസ്ത്രത്തിന് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ വസ്ത്രത്തിൽ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ ഏതൊക്കെയാണ്? അത് വേഗം ഒന്ന് പറഞ്ഞു പോവാൻ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, വസ്ത്രം നമ്മൾ എടുക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ. ഒന്നാമത് നഗ്നത മറയുന്നതാവുക. നഗ്നത മറയുന്നതാവുക. ഞാൻ വസ്ത്രത്തിന്റെ മഹത്വമാണ് ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചത്. നമ്മുടെ ശരീരത്തിൽ ദുൽഹിജ്ജ പെരുന്നാളിന് വസ്ത്രം എടുക്കാൻ കാത്തിരിക്കുന്നവരാണ്. സ്കൂൾ തുറക്കുമ്പോൾ വസ്ത്രം എടുക്കാൻ കാത്തിരിക്കുന്നവരാ. ഉമ്മമാരെ, പെങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വസ്ത്രം എടുക്കുമ്പോൾ നഗ്നത മറയണം. എന്ന് പറഞ്ഞ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ശരീരത്തിന്റെ അംഗലാവണ്യം മുഴുവനും കാണാം, തൊലിയുടെ നിറം കാണാം, നെറ്റ് പോലെ. അതുപോലെ പകുതിയുള്ളൂ, പകുതി എടുത്ത് ഓട്ടയാണ്, ഹോളാണ്. അത് ഇപ്പോഴത്തെ മോഡൽ അവസ്ഥ, ട്രെൻഡ് അവസ്ഥ, അല്ലേ? ഇന്ന് ന്യൂജനാണ്, അത് ട്രെൻഡാണ്. പണ്ടൊക്കെ ദാരിദ്ര്യം കൊണ്ടാണ് വസ്ത്രം കീറിയിരുന്നത്. ഇന്ന് മോഡലിനായി മൊത്തം കീറിയിട്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഔറത്ത് മറയുന്ന വസ്ത്രമായിരിക്കുക. നമുക്കറിയാം, നമ്മുടെ മക്കൾ ഒരു പുതിയ ട്രെൻഡ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ ട്രോളാൻ കുറച്ച് ആളുകൾ വരും. എന്നാലും പ്രശ്നമില്ല. ചില മക്കള്, ചില ആൺമക്കളെ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഈ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഷോർട്സ് ധരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അവർ വണ്ടിയിൽ ഇരിക്കുമ്പോൾ മുട്ടിന് മുകളിൽ, തുടയുടെ മുകളിലേക്ക് കയറി. അത് ഔറത്താണ് മക്കളെ. അത് ഈമാൻ നഷ്ടപ്പെടും. അത് ഔറത്താണ്, ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഷോർട്സ് ധരിച്ചോളി. മുട്ടിന് താഴെ ഇരുന്നാലും മുട്ടിന് താഴെ നിൽക്കുന്ന ഷോർട്സ് ധരിച്ചോളി. ഷോർട്സ് ധരിക്കേണ്ടെന്ന് ഇസ്ലാം പറയണില്ല. ഇസ്ലാം ഇങ്ങനെ വെള്ള മുണ്ടും വെള്ള ജുബ്ബയും മാത്രമേ ധരിക്കാം, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഷോർട്സ് ധരിക്കാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ധരിച്ചോളി. അതാരും കാണില്ലല്ലോ. കിടക്കുമ്പോൾ മുട്ടിന് താഴെയാണല്ലോ. നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാക്കാൻ നമ്മൾ പാടില്ല.
പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷോർട്സ് ധരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. മുട്ടിന് താഴോട്ടിക്കുന്ന ഷോർട്സ് ധരിച്ചോളി. അതിന്റെ ഇപ്പൊ ഷോർട്സ് എന്നാണ് അവസ്ഥ പറയുക. അതെന്തോ ആയിക്കോട്ടെ, എന്നെ പേരൊന്നും അറിയില്ലപ്പ, എന്നാൽ അത് വ്യക്തമായി മനസ്സിലാക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വേഗം പറഞ്ഞു പോവാണ്, കുറെ കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. 2, വസ്ത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ പാടില്ല. വസ്ത്രം അഹങ്കരിക്കുമെന്ന് പറഞ്ഞാൽ, വസ്ത്രത്തിന് മേൽ അഹങ്കരിക്കുന്ന പറഞ്ഞാൽ കണ്ണങ്കാലിന് താഴെ എന്റെ പുരുഷന്മാർ ആണുങ്ങൾ വസ്ത്രത്തിന് താഴെ കണ്ണങ്കാലിന് താഴെ വസ്ത്രം വലിച്ചടിച്ച് മടക്കാൻ പാടില്ല. കണ്ണങ്കാലിന് താഴെ പുരുഷന്മാർ, സ്ത്രീകൾക്ക് പ്രശ്നമില്ല, അതവർ ഔറത്തും കൂടിയാണ്. പുരുഷന്മാർ കണ്ണങ്കാലിന് താഴെ നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചടിച്ച് നടക്കാൻ പാടില്ല. 3, പുരുഷന്മാർ പട്ട്, കുങ്കുമവർണ്ണം നിറമുള്ള, നല്ല കടും ചുവപ്പ് അങ്ങനെയുള്ള കുങ്കുമവർണ്ണ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. നാലാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ധരിക്കുമ്പോൾ വലതിനെ മുന്തിക്കണം, വലത് ഭാഗത്തെ മുന്തിക്കണം. നമ്മൾ പാൻറ് ധരിക്കുമ്പോൾ വലത്തെ കാല് ധരിക്കണം. മുണ്ടുടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം മുണ്ട് നമ്മളിങ്ങനെ എടുത്ത് പിടിച്ചാൽ ഇടത്ത് നിന്ന് വലത്തോട്ട്, വലത്തെ ഭാഗത്താണ് ആദ്യം എടുക്കാനുള്ളത്. പിന്നെ ഇടത്തെടുത്ത് ഇവിടെ നമ്മൾ ഈ ഇടത്ത് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുത്തിവെക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും ഉടുക്കുക. അല്ല, മുണ്ടുടുക്കുമ്പോൾ ആദ്യം ഇടത് നിന്ന് വലത്തോട്ട് ഉടുക്കുക, വലതിനെ മുന്തിക്കുക, പിന്നെ എടുക്കുക. അങ്ങനെ ഉടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. അതോടൊപ്പം ശ്രദ്ധിക്കാനുള്ളത് പ്രാർത്ഥന പറയാം. വസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഏതാണ് പ്രാർത്ഥന? അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വസ്ത്രം ധരിച്ചാൽ ചൊല്ലിയിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദൻബിക, പാപങ്ങൾ പൊറുക്കും. എങ്ങനെയാണ് പ്രാർത്ഥന? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പടച്ചവനെ, നീ തന്നതാണ് കഴിവ്. അല്ലാഹ്, നീ തന്ന വസ്ത്രത്തിൽ നീ ബറക്കത്താണേ അല്ലാഹ്, ഇതിന്റെ ഔദാര്യമാണ്, നിനക്ക് നന്ദിയുണ്ട് റബ്ബേ എന്ന് അല്ലാഹുവിനോട് പറയുക. ഒന്നുകൂടി കേട്ടോ, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് എഴുതുക. നമ്മുടെ വീടിന്റെ റൂമിലെ ഡ്രസ്സ് മാറുന്ന റൂമുണ്ടല്ലോ, അവിടെ അലമാരി ഉണ്ടാവും, അലമാരിലേക്ക് ഒട്ടിച്ചു വെക്കുക. അത് എപ്പോഴും പഠിക്കാൻ എളുപ്പമാണ്. ഇനി പുതിയ വസ്ത്രം ധരിച്ചാലോ, ഇത് നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം എപ്പോഴും ധരിക്കും ഇത് ചൊല്ലാം. ഇനി പുതിയ വസ്ത്രം, മഹാനതന്മാരാകുന്ന സഈദ് ബിൻ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുതിയ വസ്ത്ര നിബിധങ്ങൾ ധരിച്ചാൽ നിബിധങ്ങൾ പറയും, അല്ലാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഒന്നുകൂടി കേട്ടോ, അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. പടച്ചവനെ, ഈ വസ്ത്രം നീ തന്ന ബറക്കത്താണ്. പടച്ചവനെ, നിന്റെ പേരിൽ ഞാൻ നിനക്ക് സ്തുതിച്ചുകൊണ്ട് ധരിക്കാണ്. പടച്ചവൻ, ഇതിൽ എന്തെങ്കിലും ഹൈറാത്തുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തരണേ അല്ലാ. ഈ വസ്ത്രം ധരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ചൊറിച്ചിൽ, അലർജി, അങ്ങനെ എന്തെങ്കിലും ഷർറുകൾ ഉണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ലാ. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ വസ്ത്രം, ഉമ്മമാരെ പഠിച്ചു വെച്ചോളി, വസ്ത്രങ്ങൾ നമ്മൾ കഴുകി വീടിന്റെ മുകളിലോ നമ്മൾ എവിടെയെങ്കിലൊക്കെ കഴുകി ഉണക്കി വെക്കും. ഉണക്കാൻ വേണ്ടി ഇടും. ഉണങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അലമാരിയിലോ എവിടെയെങ്കിലൊക്കെ മടക്കി വെക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മടക്കണം. അലമാരി വെക്കുമ്പോഴും ബിസ്മി പറഞ്ഞു വെക്കണം. അതിൽ ഇബ്ലീസിന്റെ ഷർറ് ഉണ്ടാകൂല, ഇബ്ലീസ് ഒന്നും മൂത്രമൊഴിക്കൂല, ഇബ്ലീസിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല, ജിന്നുകളുടെ ശല്യം ഉണ്ടാകൂല എന്നൊക്കെ കാണാം. അതോടൊപ്പം മറ്റൊരു കാര്യം, നമ്മളൊരു പുതിയ വസ്ത്രം എടുത്തു, പുതിയ വസ്ത്രം വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അല്പം വെള്ളം എടുക്കുക, അതിൽ 10 ഹിലാസും 10 കുല്ലിയായുൽ കാഫിറിനെ ഓതി അതിലേക്ക് ഊതിയിട്ട് ആ വെള്ളം ഒന്ന് അല്പം എടുത്ത് കുടയുക. വെള്ളത്തിൽ മുക്കണമെന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുടയുക. മഹാനായ ഷുറൈജീമാൻ തന്റെ കിതാബിൽ പറയുന്ന കാണാം. അതങ്ങനെ ചെയ്താൽ ആ വസ്ത്രത്തിൽ ബറക്കത്തുണ്ട്, അതുകൊണ്ട് ഖൈറാത്തുകളുണ്ട്, അവന് നേട്ടങ്ങളുണ്ട്. ആ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ശരീരത്തിനും മനസ്സിനും ഉന്മേഷം കിട്ടുമെന്ന് മഹാരഥൻ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഖുർആനികമായ മുൻഗാമികൾ ഇത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കരുത്. മുൻഗാമികൾ എഴുതി വെച്ചിരിക്കുന്ന പാഠം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം മറ്റൊരു കാര്യം, അള്ളാന്റെ റസൂൽ ധരിച്ചിരുന്ന നിറങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ട. വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹ് റസൂൽ ധരിച്ച ഒന്ന് കറുപ്പ് നിറം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഫത്ഹ മക്ക ഫത്ഹിന്റെ നിബിധങ്ങൾ ഒരു കറുത്ത തലപ്പാവ് ധരിച്ചിരുന്നതായി കാണാം. നിബിധങ്ങൾ കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു. അപ്പൊ കറുപ്പില് അത് മരിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള, മരിക്കുമ്പോൾ കറുത്ത കൊടി, ഇസ്ലാമിൽ കറുത്ത കൊടിയില്ല, കറുത്ത ബാഡ്ജില്ല, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിൽ മരണപ്പെട്ടവർക്ക് കറുത്ത കൊടിയില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മാത്രമേ ഉള്ളൂ. അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക, അവനെ കുളിപ്പിക്കുക, അവനെ ഖബറടക്കുക, അതൊക്കെ നമുക്കുള്ളൂ. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഞാൻ അവസരോചിതമായി പറഞ്ഞു എന്ന് മാത്രം. മറ്റൊന്ന്, രണ്ടാമത്തെ നിറം ലൗനുൽ അഖ്ളർ, പച്ച നിറം.
പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ നിബിധങ്ങൾ ധരിച്ചിട്ടുണ്ട്. 3 ചുവപ്പ് കലർന്ന് തനി ചുവപ്പ് നിറം ഉപയോഗിക്കാൻ പാടില്ല. ചെറിയ ചുവപ്പ് നിറം നിബിധങ്ങൾ എന്ത് ചെയ്തു? ചുവപ്പ് കലർന്ന നിറം നിബിധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ലൗനുൽ അബിയദ് ഏറ്റവും കൂടുതൽ നിബിധങ്ങൾ ധരിച്ചിരുന്നത് വെള്ള വസ്ത്രമാണ്. ഞാൻ വേഗം പറഞ്ഞു പോണത് ചുരുങ്ങിയ സമയം, ഒരു 10 മിനിറ്റ് അവസാനിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇത് തീരുവെന്ന് അറിഞ്ഞൂടാ. എന്നാൽ നിങ്ങൾ പൊരുത്തപ്പെടി, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വെള്ള വസ്ത്രം നിബിധങ്ങൾ ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നിറങ്ങൾ നിബിധങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്ന് വസ്ത്രം, ഇനി പെരുന്നാൾ വരുവാണല്ലോ, പെരുന്നാളിന് വസ്ത്രം എടുക്കണം, സ്കൂൾ തുറക്കുമ്പോൾ വസ്ത്രം എടുക്കണം. ഇനി ഏതൊക്കെ ദിവസങ്ങൾ വസ്ത്രം എടുക്കാം, ഏതൊക്കെ ദിവസങ്ങൾ വസ്ത്രം ധരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൊക്കെ വലിയ മഹത്വങ്ങൾ, അതിന്റെ വലിയ ഭവിഷ്യത്തുകൾ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഹദീസുകൾ കാണാം, മുൻഗാമികൾ എഴുതി വെച്ചിരിക്കുന്നു. ശനിയാഴ്ച വസ്ത്രം വാങ്ങരുത്, ധരിക്കരുത്, അത് രോഗമുണ്ടാകും. ശനിയാഴ്ച ദിവസങ്ങളിൽ വസ്ത്രം വാങ്ങലും അത് ധരിക്കുന്ന പുതിയ വസ്ത്രങ്ങൾ ധരിക്കലൊക്കെ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച പുതിയത് വാങ്ങരുത്, ധരിക്കരുത്. അതോടൊപ്പം തിങ്കളാഴ്ച നല്ല വറക്കത്താണ്, വാങ്ങാം ധരിക്കാം. ചൊവ്വാഴ്ച വാങ്ങരുത്, ധരിക്കരുത്. ബുധൻ, വ്യാഴം, വെള്ളി വാങ്ങാം, ധരിക്കാം. ഇത് പറയുമ്പോൾ ഞായറാഴ്ച കല്യാണമാണ്, ഒരു പുതിയ വസ്ത്രം വാങ്ങി എങ്ങനെ ഇടാതിരിക്കും ഉസ്താദേ ഞായറാഴ്ച? അപ്പൊ എന്ത് ചെയ്യണം? മുന്നേ നമ്മൾ മേടിച്ചു വെക്കുമല്ലോ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഇട്ടേക്കുക. ആദ്യം ഇടാൻ പാടില്ല എന്നുള്ളൂ. അപ്പൊ എന്നാണോ നല്ലത് ആ ദിവസം നോക്കി ഒന്ന് ഇട്ട് വെക്കുക. ഇവിടെ പിന്നീട് എടുക്കുമ്പോൾ പഴയ വസ്ത്രമായല്ലോ. അങ്ങനെയൊക്കെ മുൻഗാമികൾ സൂക്ഷ്മത പുലർത്തിയിരുന്നതും. ഇത് എവിടെ ഇത് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ ചോദിച്ച കുറെ ആളുകൾ ട്രോളാൻ വരുന്നുണ്ട്. കിതാബിൽ കണ്ട കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. മഹാനായ തഴവ ഉസ്താദ് ഇത് പറയുന്നുണ്ട് കിതാബിന്റെ പേര് സഹിതം. അതിലേക്കൊന്നും കിടക്കണില്ല. അപ്പൊ ശനിയും ഞായറും ചൊവ്വയും വസ്ത്രം വാങ്ങലും പുതിയ വസ്ത്രം ധരിക്കലും നല്ലതല്ല. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി നല്ല വസ്ത്രം വാങ്ങലും ധരിക്കലും നല്ലതാണ് എന്ന് കാണാം. അള്ളാഹു നമ്മുടെ വസ്ത്രം അള്ളാഹു നമുക്ക് നാളെ ഷഫാഅത്ത് വരുമ്പോൾ അനുകൂലമാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ ധരിക്കാൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗീയ വസ്ത്രം ധരിക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. എല്ലാവരും ദുആരക്കണം. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹ് കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ തന്നെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന സദസ്സാണ്. അള്ളാഹ് കബൂലാകട്ടെ. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.